മഴക്കാലമാണ്. രാമപുരം ക്ഷേത്രഭൂമിയിലേക്ക് എത്തിയപ്പോൾ ഞങ്ങളെ വരവേറ്റത്. ശ്രീകോവിൽ കാഴ്ചകൾക്കായി അകത്തേക്ക് കടക്കുമ്പോൾ മഴ പെയ്യുകയായിരുന്നു. പെയ്തുകൊണ്ടിരിക്കുന്ന മഴയിൽ ക്ഷേത്രാങ്കണത്തെ കണ്ടുകൊണ്ട്, നനഞ്ഞു നിൽക്കുന്ന കൊടിമരത്തെ കണ്ടുകൊണ്ട് ക്ഷേത്ര ദർശന സൗഭാഗ്യത്തിൻ്റെ മഹത്വമറിയുകയാണ് ആദ്യം ചെയ്തത്. സ്വർണം പൂശിയ കൊടിമരത്തിൻ്റെ പ്രൗഢിയിലേക്ക് മഴത്തുള്ളികൾ ധാര കഴിക്കുന്ന കാഴ്ച. അവിടെ നിന്ന് നേരെ മുന്നിലേക്ക് നോക്കിയാൽ രൗദ്രഭാവമുള്ള ചില ശില്പരൂപങ്ങൾ. എന്നാൽ ക്ഷേത്രവിശ്വാസത്തിലേക്ക് നമ്മെ വരവേൽക്കുക തന്നെയാണ് എന്ന് തോന്നുന്നു. വളരെ വലിപ്പമുള്ള ഒരു ക്ഷേത്രഭൂമിയല്ല ശ്രീരാമസ്വാമി ക്ഷേത്രം. എങ്കിലും വിശ്വാസങ്ങളുടെ ശക്തി ഇവിടെ വലുതായി തന്നെ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കാനാകുന്നു. അകത്തേക്ക് കയറുമ്പോൾ ആദ്യം ചിന്തിക്കുക, ഇവിടെ കഴകക്കാരനായിരുന്ന രാമപുരത്തു വാര്യർ ഈ വഴികളിലൂടെ ആകുമല്ലോ സഞ്ചരിച്ചിരുന്നത് എന്നാണ്. അങ്ങനെ ചിന്തിക്കുമ്പോഴേക്കും ഒരരയാൽ വല്ലാതെ കാറ്റിലുലഞ്ഞു തുടങ്ങുന്നു. ക്ഷേത്രവിശ്വാസികൾ പിന്നീട് പറഞ്ഞു തരുന്നു, ഈ അരയാലിൽ രാമപുരത്തു വാര്യരുടെ സാന്നിധ്യം ഇന്നുമുണ്ട് എന്നാണ് അത്രേ വിശ്വസിക്കപ്പെടുന്നത്. അദ്ദേഹം എല്ലാ പ്രഭാതങ്ങളിലും ഈ അരയാലിനെ വലം വയ്ക്കാറുണ്ടായിരുന്നു അത്രേ. അദ്ദേഹത്തിൻ്റെ പാദസ്പർശം ഏറ്റുവാങ്ങിയ ആ മണ്ണ് ഇപ്പോൾ തറ കെട്ടി സംരക്ഷിച്ചിരിക്കുകയാണ്. ശ്രീരാമസ്വാമി ക്ഷേത്രോൽപ്പത്തി ഐതിഹ്യപരമായ പശ്ചാത്തലം ഇങ്ങനെയാണ്. രാവണ നിഗ്രഹത്തിന് ശേഷം ഭഗവാൻ ശ്രീരാമചന്ദ്രൻ പത്നീസമേതം അയോധ്യയിൽ മടങ്ങിയെത്തി. ആഡംബരപൂർവ്വം അഭിഷേകം നടത്തി ചക്രവർത്തിയായി. സാധാരണ ജനങ്ങളുടെ പോലും ദൈനംദിന ജീവിതത്തിൽ ശ്രദ്ധാലുവായി. നന്മ മാത്രം ലക്ഷ്യമാക്കി ഭരണം തുടർന്നു. സീതാദേവിയുടെ പരിശുദ്ധിയെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരലക്കുകാരൻ നടത്തിയ പരസ്യ പ്രസ്താവന ഭഗവാന്റെ മേൽ ഒരശനിപാതമായി പതിച്ചു. സീതാദേവി അദ്ദേഹത്തിൽ നിന്നും അകന്നുപോയി. സ്വമാതാവായ ഭൂമിദേവിയുടെ വിരമാറിലേക്ക് സീതാദേവി അലിഞ്ഞു ചേർന്നു. അശ്വമേധയാഗം നടത്തി ചക്രവർത്തി പദത്തോടെ നൂറ്റാണ്ടുകൾ ഭരണം നടത്തി രാമരാജ്യം കെട്ടിപ്പടുത്ത അദ്ദേഹം മാനസികമായി തകർന്ന് ദുഃഖത്തിലാണ്ടു. സന്താനങ്ങളെയും സഹോദരങ്ങളെയും സന്തത സഹചാരിയായ ലക്ഷ്മണനെപ്പോലും മറന്ന് ഒരു സുപ്രഭാതത്തിൽ ഭഗവാൻ അയോധ്യയിൽ നിന്ന് തിരോധാനം ചെയ്തു. ലക്ഷ്യമില്ലാത്ത യാത്ര. നദികളും മലകളും വനങ്ങളും താണ്ടി അനേക വർഷങ്ങൾക്കപ്പുറം സീതാന്വേഷണത്തിനായി നടന്ന കാട്ടുപാതയെ ശരണം പ്രാപിച്ചു നടന്നു. ദക്ഷിണദിക്കിലെ ആ പ്രയാണം ഏറെ നാൾ നീണ്ടുനിന്നു. മനഃശാന്തി തേടി വന്ന ഭഗവാൻ പടർന്നു പന്തലിച്ചു നിന്ന വൃക്ഷച്ചുവട്ടിൽ വിശ്രമിക്കാനിരുന്നു. ഇനി ഇവിടെയാകട്ടെ എന്ന് തീരുമാനിച്ചപ്പോൾ ഈ ദേശം രാമപുരമായി അറിയപ്പെടാൻ തുടങ്ങി. അതിനു മുൻപൊരു കാലത്ത് ഈ ദേശം കൊണ്ടൂർ എന്നാണ് അത്ര അറിയപ്പെട്ടിരുന്നത്. കൊണ്ടകളുടെ നാടായ ദേശം. കൊണ്ടകൾ എന്നാൽ മലകൾ എന്നർത്ഥം. ക്ഷേത്ര കാഴ്ചകൾക്കായി അകത്തേക്ക് വരുമ്പോൾ വലിയ തൂക്കുവിളക്ക് നമ്മുടെ ശ്രദ്ധയിലേക്കപ്പെടുന്നു. അവിടെ നിന്ന് മുന്നോട്ട് നടക്കുമ്പോൾ നമസ്കാര മണ്ഡപം കാണുന്നു. 8 തൂണുകളോട് കൂടിയ വലിപ്പമുള്ള നമസ്കാര മണ്ഡപം. അതിൽ തന്നെ മച്ചിൽ കൊത്തുപണി വിധാനങ്ങളുമുണ്ട്. വൃത്താകൃതിയിലുള്ള ശ്രീകോവിലാണ് ഇവിടെയുള്ളത്. അടിത്തറ ഏതാണ്ട് 3 അടിയോളം ഉയരത്തിൽ ശിലയിൽ തീർത്തതാണ്. സോപാനവും പ്രധാന കവാടവും പിച്ചള പൊതിഞ്ഞിട്ടുണ്ട്. അകത്ത് ചുറ്റി ഒരു പ്രദക്ഷിണ വഴിയും കാണാം. ഇവിടെ ചതുർബാഹുമൂർത്തിയാണ് ഭഗവാൻ. ചതുർബാഹുവായ മഹാവിഷ്ണുവിൻ്റെ അവതാരമായ ശ്രീരാമചന്ദ്രൻ അതേ രൂപത്തിലും ഭാവത്തിലും നിലകൊള്ളുന്ന വിഗ്രഹം. രാവണ നിഗ്രഹാനന്തരം സീതാസമേതം അയോധ്യയിൽ ആഗതനായി പട്ടാഭിഷേകം നടത്തി പ്രജകളെയും സർവ്വചരാചരങ്ങളെയും പരിപാലിച്ച് സുസ്മേരവദനായിരിക്കുന്ന ചക്രവർത്തിയുടെ സങ്കല്പമാണ് ഈ പ്രതിഷ്ഠയിലുള്ളത്. അതുകൊണ്ട് തന്നെ സർവാഭീഷ്ടദായകനെന്ന് ഭക്തജനങ്ങൾ വിശ്വസിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു. നൃത്യം സഖ്യം
ഈ നടയിൽ പ്രധാനമായും ഭക്തർ നടത്തുന്ന വഴിപാട് കോദണ്ഡ സമർപ്പണമാണ്. കോദണ്ഡ സമർപ്പണം എന്നാൽ അമ്പിൻ്റെയും വില്ലിൻ്റെയും രൂപങ്ങൾ നടയിൽ വയ്ക്കുക തന്നെ. ഇങ്ങനെ നടയിൽ വെച്ച് പ്രാർത്ഥിച്ച് പ്രത്യേകിച്ചുള്ള പ്രസാദം ഏറ്റുവാങ്ങിക്കഴിഞ്ഞ് എല്ലാ വിഘ്നങ്ങളും ഒഴിഞ്ഞ് പുതിയ പ്രവർത്തനങ്ങൾക്ക് തടസ്സമൊന്നുമില്ലാതെ മുന്നോട്ട് പോകുമെന്നും ജീവിത വിജയങ്ങൾ സുനിശ്ചിതമായിരിക്കുമെന്നും കരുതപ്പെടുന്നു. കോദണ്ഡ സമർപ്പണമാണ് ഇവിടുത്തെ ഏറ്റവും വിശേഷപ്പെട്ട വഴിപാട്. മീനമാസത്തിൽ തിരുവോണം നാളിൽ ആറാട്ട് വരത്തക്ക രീതിയിലാണ് ഇവിടെ ഉത്സവം കൊടികയറുന്നത്. ആറാട്ട് നടക്കുന്നത് അമ്മനക്കരയിലെ ഭരതസ്വാമി ക്ഷേത്രത്തിൽ. ഈ ക്ഷേത്രത്തിലെ ഉത്സവ ബലി വഴിപാടിന് ഒട്ടേറെ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. സന്താനങ്ങളില്ലാതിരുന്ന അനേകം ദമ്പതിമാർ ഉത്സവ ബലി വഴിപാട് നടത്തി സന്താനലബ്ധി കൈവരിച്ചിട്ടുണ്ട്. അഭീഷ്ടകാര്യ സിദ്ധിക്കും ഐശ്വര്യത്തിനും ഭക്തജനങ്ങൾ ഈ വഴിപാട് നൽകുന്നുണ്ട്. കോദണ്ഡ സമർപ്പണം കൂടാതെ ശ്രീചക്ര സമർപ്പണം, പാൽപ്പായസം, മുഴുക്കാപ്പ്, തിരുമുഖം ചാർത്ത്, കൂട്ടപ്പം, പന്തീരാഴിയപ്പം തുടങ്ങിയവയെല്ലാം ഇവിടുത്തെ വിശേഷാൽ വഴിപാടുകൾ തന്നെ.